ബസ് തടഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പി മാറ്റിയ ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരം KSRTC സ്റ്റാൻഡിൽ പ്രതിഷേധം. സ്റ്റാൻഡിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ATOയുടെ മുന്നിലേക്കിട്ടു. സ്റ്റാൻഡിൽ കിടക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ശ്രമിച്ചത് ATO തടഞ്ഞു. ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഒരുങ്ങിയവർക്കെതിരെ ATOയുടെ ഭീഷണി. വിവരങ്ങളുമായി നിന്റെ KSRTC സ്റ്റാൻഡിലാണല്ലോ കിടക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നത് നിനക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് താണ്ടാ കൂട്ടിയിട്ടേക്കുന്നത്. കൂട്ടിയിട്ടേക്കുന്നത് ഒരു പ്രശ്നമില്ല. ഇയാൾക്ക് KSRTC സ്റ്റാൻഡിലാണ് കൂട്ടിയിട്ടേക്കുന്നത്. ആർക്ക് തരുന്നു പ്ലാസ്റ്റിക്കിനോ? മന്ത്രിക്ക് വരണ്ടേ? വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, മന്ത്രി കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധം എപ്പോഴായിരുന്നു? അത് അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശം? അല്പസമയം മുമ്പാണ് അഖില ഇത്തരത്തിലൊരു പ്രതിഷേധം KSRTC പത്തനാപുരം ഡിപ്പോയിൽ നടന്നത്. കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗം സജു ഖാനാണ് ഈ പ്രതിഷേധം നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ട KSRTC ബസ്സിലെ ഡ്രൈവറെ ഇറക്കി ശകാരിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പത്തനാപുരം മന്ത്രിയുടെ മണ്ഡലം കൂടിയായ പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് ഈ സജു ഖാൻ എത്തുന്നത്. സജു ഖാൻ ഒറ്റയാൾ സമരം നടത്തിയതാണ്. ഈ സ്റ്റാൻഡിന് മുന്നിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ATO മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം പ്രകോപിതനായ ATO സാജു ഖാനെ മർദ്ദിക്കാൻ ഒരുങ്ങിയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ സാജു ഖാൻ ഈ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചവരെയും ATO ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനുശേഷം അത് എടുക്കാൻ പെർമിഷൻ ഉണ്ടോ എന്ന് ATO അദ്ദേഹത്തിനോട് സാജു ഖാനോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ച് സാജു ഖാൻ പ്രതികരിച്ചതോടുകൂടി പ്രകോപിതനായ ATO സാം അദ്ദേഹത്തെ കൈ ഉയർത്തി അടിക്കാൻ ശ്രമിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനുശേഷം സ്റ്റാൻഡിലുള്ള കൂടുതൽ ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. എന്തായാലും ഗണേഷ് കുമാർ സ്വന്തം ബസ് സ്റ്റാൻഡ് നവീകരിക്കാതെ സംസ്ഥാനത്തെ മറ്റ് സ്റ്റാൻഡുകളും മറ്റ് ഡിപ്പോകളിൽ ഓടുന്ന ബസ്സുകളിലേക്കെതിരെ നടപടിയെടുക്കുമ്പോൾ സ്വന്തം സ്റ്റാൻഡിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സാജു ഖാൻ. പിന്നീട് പോലീസ് എത്തിയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ സമരം നടത്തിയ സാജു ഖാനെ അവിടെ നിന്നും അനുനയിപ്പിച്ച് പിൻവാങ്ങിപ്പിച്ചത്. ഇനിയിപ്പോ നാളെയും വലിയ പ്രതിഷേധം ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നു. ATOയുടെ ഈ നടപടിക്കെതിരെയാണ് വലിയ പ്രതിഷേധം കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ ഉണ്ട്. എന്തായാലും നാളെ ATOയ്ക്കെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അഖില. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.